ഗൈസ്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. എൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ 3 പേരുടെയും ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഞങ്ങൾ കാർ എടുക്കാൻ പോവാണ്. അപ്പം ഞങ്ങളുടെ കൂടെ വരുന്നത് സജി ചേട്ടനാണ്. സജി ചേട്ടൻ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം നമ്മൾ പോകുന്നത് മനോഹര മാമൻ്റെ ഓട്ടോയിലാണ്. ഇതാണ് മനോഹര മാമൻ. നമ്മൾ പോവാൻ ഇറങ്ങിയപ്പോൾ തന്നെ ടിങ്കു ഓട്ടോയിൽ വലിഞ്ഞു കയറി. അവൾക്ക് ഓട്ടോയിലൊക്കെ കറങ്ങാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവസാനം അവളെ പിടിച്ച് വീട്ടിലാക്കി. എന്നിട്ട് അതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഷോറൂമിലോട്ട് പോവുകയാണ്. പള്ളിമുക്കിലുള്ള ഷോറൂമിലാണ് നമ്മൾ പോകുന്നത്. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ വണ്ടിയൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. എസ്പ്രസ്സോ VXA+ ആണ് നമ്മൾ എടുക്കാൻ പോണ വണ്ടി. എല്ലാവരും സോപ്പ് പെട്ടി വണ്ടി എന്ന് പറയുമെങ്കിലും നമ്മുടെ ആവശ്യത്തിന് ഇത് തന്നെ ധാരാളമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ തീർക്കാനുണ്ടായിരുന്നു. പിന്നെ അവിടെ വട്ടമേശ സമ്മേളനമായി. നമ്മൾ വന്നപ്പോഴത്തേക്കും തന്നെ അവരൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതവർ ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് ബൈജു സാറ് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കാർ എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഫോട്ടോ ഫ്രെയിം. നമുക്കവർ കാറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാനായിട്ട് അവിടുത്തെ സ്റ്റാഫ് കോഫി കൊണ്ടു തന്നു. അങ്ങനെ ആ കോഫിയൊക്കെ കുടിച്ച് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ആദ്യം തന്നെ പറയാം, കാറിനെ കുറിച്ച് ആധികാരികമായിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഇത് ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു അൺഫോർഗറ്റബിൾ മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യണ ഒരു വീഡിയോ മാത്രമാണ്. അപ്പോൾ അത് പ്രതീക്ഷിച്ച് ഈ വീഡിയോ കാണും. ഇനി അടുത്തതായിട്ട് കീ ഹാൻഡ് ഓവർ ചെയ്യണ പരിപാടിയാണ്. മനസ്സിൽ കുറേ മത്താപ്പൂക്കൾ ഒന്നിച്ച് പൊട്ടണ പോലെ ഉണ്ടായിരുന്നു. എനിക്കിതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വഷളാക്കാൻ വയ്യ. ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കാറ് വാങ്ങിക്കണം എന്നുള്ളത്. അങ്ങനെ അവസാനം അത് സഫലമായി. ഇന്ന് നമ്മൾ കാറ് ഷോറൂമിൽ നിന്ന് എടുക്കാൻ പോവാണ്. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അമ്മമാരെ മനസ്സിൽ ആദ്യമായിരിക്കും. അപ്പോൾ എൻ്റെ അമ്മ പറയുവാണ് മക്കളെ നേരെ എടുക്കണമെന്ന്. അങ്ങനെ അമ്മയുടെ അടുത്ത് ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ കാറിൽ കയറിയിരുന്നു. കാറ് ഷോറൂമിൻ്റെ ഗേറ്റ് വരെ കൊണ്ടുപോകാനുള്ള ധൈര്യമേ എനിക്കിപ്പോൾ ഉള്ളൂ ഗൈസ്. എനിക്ക് ട്രാഫിക്കിൽ ഓടിക്കാൻ അത്രയ്ക്ക് ധൈര്യമില്ല. അതുകൊണ്ട് നമ്മൾ സജി ചേട്ടൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് ഞങ്ങളുടെ സ്വന്തം കാറിൽ നമ്മൾ യാത്ര ചെയ്യുവാണ് ഗൈസ്. അങ്ങനെ അവിടെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. NH തീരാറാകുമ്പോൾ വണ്ടി ഓടിക്കാനാണ് എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ. ഹായ്, ഞാൻ വണ്ടി ഓടിക്കാൻ പോവാണ്. ഞാനൊരു പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് എൻ്റെ വീഡിയോ എടുക്കാൻ ആർക്കും പറ്റിയില്ല. അങ്ങനെ അവസാനം ഒരു 5 കിലോമീറ്ററോളം ഓടിച്ച് എൻ്റെ വീട്ടിലെത്തി. ഗൈസ്, ഞാൻ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് എൽബോർഡ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം കാറിലൊക്കെ കയറിയിരുന്നു. അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഒന്ന് ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിലെ 2 വിൻഡോ മാത്രമേ പവർ വിൻഡോ ആയിട്ടുള്ളൂ. ബാക്കിൽ കൂടെ അവർക്ക് വെക്കാമായിരുന്നു. അത് മാത്രം എനിക്കൊരു ഇതായിട്ട് തോന്നിയുള്ളൂ. ബാക്കി ഇതിനെപ്പറ്റി എനിക്ക് ആധികാരികമായിട്ട് പറയാനുള്ള വിവരമൊന്നുമില്ല. പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്നാലും നോക്കാം. അങ്ങനെ ഒടുവിൽ ഞങ്ങളുടെ മുറ്റത്തും വന്ന ഒരു കാറ്. പിന്നെ കാറിൻ്റെ കുറച്ച് ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. കാറ് മാത്രം ഔട്ട് ഓഫ് ഫോക്കസ് ആയി. അങ്ങനെ ഞാനത് അവിടെ ഉപേക്ഷിച്ചു. ഇനി പുതിയ കാർ എടുത്തതിൻ്റെ ഷോ ഓഫാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ ദൈവമേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ശരി എന്നാൽ.